പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവ് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെന്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ,
നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സംഭവത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നുവോ. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന, പരിരക്ഷ, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഉടമ്പടി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മശക്തി ധരിക്കണത്. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഭയങ്കര ഒരു വചനമുണ്ട്. എന്താണെന്നറിയാം? എസെക്കിയേൽ 16:6 വായിച്ച്, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു. നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ചൊരു വചനമാണിത്. എന്താണ്? ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിലാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല. പിന്നെന്താ? നമുക്ക് ജീവിക്കണം. ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ, ഇന്ന ആൾ ഇന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും, ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും, ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും. അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട്. അതാണ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ. എല്ലാ ചെടി എന്താണ്? വയലിലെ ചെടിയല്ലേ പിന്നെന്താ ഉള്ളത്? എല്ലാ പരിചരണം കിട്ടണ എവിടെ? നേഴ്സറി പ്ലാന്റിനാ. ദൈവം ഒരു നേഴ്സറി പ്ലാന്റിനെ ആഗ്രഹിക്കണില്ല. ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. സ്വയം പ്രതിരോധം. മറ്റുള്ളവർ പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താണ്? പശുവുണ്ട്, ആടുണ്ട്, പ്രാണിയുണ്ട്, പുഴുവുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി, പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാനും തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്ന. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസെക്കിയേൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതായത് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് UK നേഴ്സായിട്ടാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈശോയും മാതാവായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുർബാനയും ജപമാലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ചാപ്പലുണ്ടായിരുന്നു, ഡെയിലി കുർബാന ഉണ്ടായിരുന്നു, സാധിക്കുമ്പോഴൊക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം ഞാൻ എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ പിന്നെ OET പഠിക്കണം എന്നൊരു പ്ലാനുമായിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. നാട്ടിലോട്ട് പോയപ്പം OET പഠിക്കാൻ വേണ്ടി ചേർന്നു, എക്സാം എഴുതി. പക്ഷേ എനിക്കത് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ വഴിയാണ്. ആൾ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ആൾ IELTS എഴുതി കിട്ടി നിൽക്കുന്ന ടൈമായിരുന്നു, ആളുടെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പം OET പോയതിനു ശേഷം ഞാൻ പിന്നെ ആ ഒരു ടൈമിലായിരുന്നു കെയറർ വിസയൊക്കെ UK ഒരുപാട് വരുന്ന ഒരു ടൈമായിരുന്നു, ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ 1000ഓളം കെയർ ഹോമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ അന്നേരം ആ ടൈമിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1000ഓളം കെയർ ഹോമിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഒരൊറ്റ കെയർ ഹോമിൽ നിന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ആ വന്ന ടൈമിൽ ഞാൻ ഇത് ജെനുവിനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ജെനുവിനാണെന്ന് മനസ്സിലായി. അപ്പം ആ ഒരു ടൈമിലാണ് അത് അവിടുന്ന് സെലക്റ്റായി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു റിപ്ലൈയും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിൽ അല്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങിയായിരുന്നു.
അതിനുശേഷം 6 സ്റ്റെപ്പോളം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് എല്ലാം കുറച്ച് പാടായിരുന്നു, കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ കൊന്തയും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു, പാസ്സായി. പിന്നെ അവിടുന്ന് ഭയങ്കര ഒരു ടൈം ലാഗായിരുന്നു, കാരണം 6-7 മാസത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഒരു ഡിപ്രഷൻ പറഞ്ഞൊരു സ്റ്റേജിലോട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം, കാരണം വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുകയാണ്, എൻ്റെ ബ്രദറിന് ജോലിയില്ല, ആൾ IELTS ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്നാൽ പിന്നെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാം, പേപ്പർ വർക്ക് നടക്കുക, കാരണം ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയ ടൈമിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബോംബെയിലുള്ളൊരു മേഡമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് വിളിച്ച് ചോദിച്ചു, എന്താ ഇതിപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, കാരണം എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഞാൻ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വരുവാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, ഇത് ക്യാൻസലായി, ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ആരോട് പറയും, ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ബിഗിനിങ് തൊട്ട് ഞാൻ തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ചേട്ടായിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ടൈം. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അവിടുന്ന് പുള്ളിക്കാരത്തിൻ്റെ കോള് വരുവാണ്, ഓഫർ ലെറ്റർ എത്രയും വേഗം വരും എന്ന് പറഞ്ഞിട്ട്. അന്ന് നൈറ്റ് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു. പിറ്റേന്ന് ഞാൻ സൈൻ ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചൊരു സമാധാനമായിരുന്നു. ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ലാഗാം, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി, എനിക്കൊരു സുഖമില്ലാതായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വൈകുന്നേരം നന്നായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി, കാരണം എനിക്ക് മനസ്സിൽ ഓരോ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു തുടങ്ങി. ആ രൂപം തന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു, ഫുള്ള് വെള്ള ഡ്രസ്സ് ഇട്ട് മാതാവിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഫോണിലും ആ ഒരു കറക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ രൂപം ഇങ്ങനെ ചെറുതും വലുതുമായി മാറി മാറി കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമാധാനമായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്നൊരു കോൺട്രാക്റ്റ് വരുവാണ്. കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ കേരള വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ കോൺട്രാക്റ്റ് വരുന്നത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ടാണ്. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, OET വേണ്ട, നാട്ടിൽ നിന്ന് തന്നെ CBT എഴുതണം, പിന്നെ അവിടെ ചെന്ന് OSCE എക്സാം ക്ലിയർ ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് കെയറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാം, മാനേജറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പിന്നെയും ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നത്. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഞാൻ പിന്നെ NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തുടങ്ങി. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാം ഒരു കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. NMCയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങി. അതിനുശേഷം എനിക്ക് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ അവർ പേപ്പർ നീക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക ഫോൺ വിളിക്കാൻ വേണ്ടി. രാവിലെ വിളിച്ചാൽ ഉച്ചയ്ക്ക് അവർ ഫോൺ എടുക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്ത പിടിച്ച് പെട്ടെന്ന് എന്തോ കരയണം എന്ന് തോന്നി, ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഉച്ചയായപ്പോൾ തന്നെ NMCയുടെ പേപ്പറെല്ലാം കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തു. അതിനുശേഷം എനിക്ക് CBTയുടെ ഡേറ്റ് എടുക്കാൻ ഉള്ള ടൈമായി. ഡേറ്റ് കാണിക്കുന്നത് 2 മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത്. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ ഡേറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ CBT എക്സാമിന് പോയി കഴിഞ്ഞപ്പം പഠിച്ചതൊന്നും ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിവിയർ മൈഗ്രെയിൻ ആയിരുന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അന്ന് വൈകുന്നേരം ഇരുന്ന് കൊന്ത നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ സാമ്പിൾസ് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുമ്പം എവിടെയൊക്കെ കയറി കുറേ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടു, അതെല്ലാം നോക്കി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ശരിയാണോ തെറ്റാണോ ഉത്തരം അറിയാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് സെയിം മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ചെന്നിരുന്നു. എനിക്ക് സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്നില്ല, തലവേദനയായിട്ട്. എങ്ങനെയൊക്കെയോ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചതൊന്നുമില്ല. മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ ഈ എക്സാം തോറ്റല്ലോ, എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലേദിവസം എന്താണോ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് ആ എക്സാമിന് വന്നത്. അങ്ങനെ മാതാവിനോട് വലിയൊരു കൃപ കാണിച്ചു.
ഞാൻ CBT എക്സാം ക്ലിയർ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗം പേപ്പർ വർക്കെല്ലാം നീങ്ങി ഞാൻ UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നു വിചാരിച്ചു. പക്ഷെ അവിടെ വെച്ച് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ എല്ലാം ഭയങ്കര ഡിലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടക്കാതിരുന്നിട്ടില്ല. എല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. ടൈം എടുത്ത് കുറച്ച് കരയിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഓസ്കിക്ക് അവിടെ നിന്ന് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. നിങ്ങൾക്കറിയാം NHS ആണെങ്കിൽ 2 മാസത്തെ കൃത്യമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ കൊടുത്തിട്ടാണ് പിള്ളേരെ വിടാറ്. പക്ഷേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറാണ്. 5 ദിവസത്തെ ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് പ്രാക്ടീസിനുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 ദിവസത്തെ ക്ലാസ് എടുത്തു. ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഓസ്കി എക്സാമിൻ്റെ ദിവസമായി. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉടമ്പടിയിലുള്ള പോലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നു. ധ്യാനം കൂടാറുണ്ടായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ ധ്യാനം കൂടുമ്പോഴൊക്കെ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓസ്കി എക്സാമിൻ്റെ ഡേയിൽ അവിടെ ചെന്നു കഴിഞ്ഞ് ഉപ്പിട്ട് എല്ലായിടത്തും ഉപ്പിട്ട്, ഇരിക്കുന്ന ചെയറിൽ ഉപ്പിട്ട്, എക്സാം ഹാളിൽ ഉപ്പിട്ടു, എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എക്സാമിന് കയറി. എനിക്കാകെ ഫുള്ള് ഇരുട്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ തോറ്റു, ഒരു സ്റ്റേഷൻ പോലും എനിക്ക് ക്ലിയർ ചെയ്ത് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര വിഷമിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അന്ന് എനിക്ക് ഓഫായിരുന്നു. 5-6 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ ആ ഓഫുള്ള ദിവസം യൂഷ്വലി ഞാനൊരു 9-10 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ്. പക്ഷേ ഞാനൊരു 12 മണി വരെ ഞാൻ കിടന്നുറങ്ങുക, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ 6 സ്റ്റേഷൻസ് ക്ലിയർ ചെയ്തു, ഇനി 4 സ്റ്റേഷൻസ് കൂടെ ക്ലിയർ ചെയ്യാനുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 12 മണി. എൻ്റെ ഫോണിൽ കുറേ മെസ്സേജസ് കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഞാൻ മെയിലെടുത്ത് നോക്കുമ്പം റിസൾട്ടാണ് ഞാൻ കാണുന്നത്. റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ തിരികെ എത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഫോൺ തുറന്നിട്ട് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അത് തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട്. എനിക്ക് 4 സ്റ്റേഷൻസും കൂടി ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ് രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് പോയി. ആദ്യത്തെ എക്സാമിനേക്കാളും മോശമായിരുന്നു എൻ്റെ രണ്ടാമത്തെ എക്സാം. ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന് അറിയത്തില്ല. സൈൻ ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാ മിസ്റ്റേക്കും പൊട്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും ഞാൻ വീട്ടിലിങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ട് പറയും ഞാൻ ഇനിയും തോക്കും, കാരണം ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ. രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നു വരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. അതും പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഓസ്കിയുടെ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്തു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു എന്നാണ്. പക്ഷേ അവിടെ തീർന്നിട്ടില്ല. വീണ്ടും പ്രശ്നങ്ങൾ വരുമായിരുന്നു. ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് NMC രജിസ്ട്രേഷന്. അപ്പം പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തി നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരത്തി റിസൈൻ ചെയ്തു പോയി. പുതിയ ആൾ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് എന്തോ എന്നോട് ഭയങ്കര ഒരു ദേഷ്യമുള്ള പോലെയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരത്തിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു ചേട്ടനുണ്ട്. ചേട്ടനും എല്ലാം സപ്പോർട്ട് ചെയ്ത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി എനിക്ക് എന്ത് ചെയ്താൽ തരുന്നില്ല. ഒരുപാട് ഞാൻ ചോദിച്ചു. പക്ഷേ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം കിട്ടുമ്പോഴൊക്കെ ദേഷ്യം പറയുക, വഴക്ക് പറയുക, മറ്റുള്ളവരുടെ ഉപയോഗിച്ച് വഴക്ക് പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു ഓസ്കി പാസ്സായതിൻ്റെ. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാം റെഡിയായി. സിസ്റ്റർ എന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ക്യാമറ നോക്കിക്കൊണ്ടിരുന്ന വേറൊരാളായിരുന്നു. ആളെൻ്റെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ സാക്ഷ്യം കംപ്ലീറ്റ് അല്ലല്ലോ, പിൻ നമ്പർ കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്ന് ഇപ്പോൾ പറയേണ്ട, പിൻ നമ്പർ കിട്ടിയിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തയാണ്, ഞാൻ എങ്ങനെ പിൻ നമ്പർ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അതൊരിക്കലും നടക്കൂലല്ലോ മാതാവെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പം അതിനുശേഷം ഞാൻ തിരിച്ച് UK പോയി. മാറ്റങ്ങളൊന്നുമില്ല, പുള്ളിക്കാരത്തി സെയിം ആ ഒരു മൂഡിൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്നാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടി നന്നായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ അച്ഛൻ ഉപവാസം എടുക്കാൻ തുടങ്ങി. ഒരു 7 ദിവസത്തെ ഉപവാസം എടുത്തോളാം എന്ന് പറഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം
അപ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുള്ളിക്കാരത്തി വേറൊരാളോട് പറഞ്ഞു അവളെ ഒരു ദിവസം അസസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻ നമ്പറിന് ഹെൽപ്പ് ചെയ്യാം. അപ്പം ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, അതെങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മാനേജറെന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ റിസൈൻ ആണ്, ഞാൻ പോകുന്നതിന് മുമ്പ് നിൻ്റെ പിൻ നമ്പറിന് കിട്ടാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ. പുള്ളിക്കാരത്തി എൻ്റെ പേപ്പറെല്ലാം സൈൻ ചെയ്ത് തന്നു. എല്ലാം ഞങ്ങൾ NMC-ലോട്ട് വിട്ടു. ആ വിട്ട പേപ്പറിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ വിട്ട പേപ്പർ രണ്ടാമത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്ത് ഇട്ടു. എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാനിപ്പോൾ UK-ൽ രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഉടമ്പടിക്കാശ്രമം വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മാതാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും, ഇതിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്ക് ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയപ്പോൾ നമുക്ക് വെള്ളമില്ലായിരുന്നു, പഞ്ചായത്ത് വെള്ളമായിരുന്നു. അങ്ങനെ അടുത്തുള്ളവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉടമ്പടി ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ കുത്താൻ സാധിച്ചു. വെള്ളം കിട്ടിയില്ലായിരുന്നു ആദ്യം, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുടിച്ചാൽ തീരാത്തത്രയും വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ കുറേ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട്. റോസാപ്പൂ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പിൻ നമ്പർ ലഭിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഈശോയുടെ ഈശോയുടെ ഈ 2 പാദങ്ങൾ എനിക്ക് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പച്ച മെഴുകുതിരിയിൽ. പിന്നെ പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഉടമ്പടി എടുത്ത് വന്നപ്പോൾ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ദൂരെയുള്ള വീടുകളിലൊക്കെ പോയി പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനങ്ങൾ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിന് സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അറിയാവുന്നവരോടൊക്കെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പം പാരൻസാണ് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സഹായിക്കാറുണ്ട് ഫിനാൻഷ്യലി, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചിട്ട്. പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ ഹോംലെസ് പീപ്പിളിന് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. ഫുഡ് ബാങ്കിലോട്ട് ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ മുന്നിൽ ആര് വന്നാലും നമ്മൾ സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല, എന്നും കൊന്ത ചൊല്ലും, പ്രദിശീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം ചൊല്ലാറുണ്ട്. ധ്യാനം കൂടാറുണ്ട്. ഓഫുള്ള ദിവസം ധ്യാനം കൂടി തീർക്കാറുണ്ട്. പിന്നെ കുർബാന മുടക്കാറില്ല. കുർബാന ഓഫുള്ള ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. സങ്കീർത്തനം 69:13 വചനമാണ്. ദൈവത്തിൻ്റെ സമയം പരിപൂർണമാണ്. പ്രയാസകാലത്തും ദൈവം നമ്മെ കൈവിടാറില്ല. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സഹായം വൈകുമെന്ന് തോന്നുമ്പോൾ ഉടമ്പടി മക്കൾ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം നമ്മെ സഹായിക്കും, നമുക്ക് രക്ഷ നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നയായ ദൈവമേ, അങ്ങേക്ക് ഉചിതമായ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരളണമേ എന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് ആതിര ഇന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ UK-യിലേക്ക് പോകാനുള്ള കരിയർ വിസയിലേക്ക് അപ്ലൈ ചെയ്യുകയും പ്രാർത്ഥനയിലൂടെ ഒരു പ്രീ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മകൾ UK-യിലേക്ക് പോയത്. പിന്നെ ഉണ്ടായിരുന്നത് മോൾക്ക് കിട്ടിയ പോസ്റ്റിലേക്കുള്ളൊരു മാറ്റമാണ്. അത് പ്രീ രജിസ്റ്റേർഡ് നേഴ്സിൽ എന്ന പോസ്റ്റിലേക്കാണ് മോൾക്ക് മാറ്റം ലഭിക്കുന്ന കരിയർ വിസയിൽ നിന്ന്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് CBT എക്സാം പാസ്സായിട്ടും തലേ ദിവസം ഈ മകൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ മുഴുവനും ആ ഫോണിൽ നിന്ന് മുൻകൂറായിട്ട് ഈ മകൾക്ക് പഠിക്കുവാനും പ്രിപ്പയർ ആകുവാനും സാധിച്ചു. അങ്ങനെയാണ് ഈ മകൾ CBT എക്സാം എഴുതുന്നത്.
ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് OST എക്സാമും പാസ്സാകാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു തടസ്സം, ഒരു ഡിലേ ഉണ്ടായിരുന്നത് UK രജിസ്റ്റേർഡ് നഴ്സിൻ്റെ പിൻ നമ്പർ ലഭിക്കാനായിട്ടായിരുന്നു. ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് ഈ മകൾ പറഞ്ഞൊരു വലിയ കാര്യമാണ്, സ്വന്തം സഹോദരനാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പിന്നീട് മകൾക്കൊരു കാര്യമായപ്പോൾ സഹോദരൻ പുതുക്കുവാൻ വന്നപ്പോൾ ആ പുതുക്കുവാനുള്ള ആ ദിവസം നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ മകൾക്കുള്ള കാര്യങ്ങളും ആ നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഉടമ്പടി പുതുക്കി സ്വന്തം ആങ്ങളെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഓഫർ ലെറ്റർ വരുന്നത്. ഇത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. ഈ മകളും ഈ മകളുടെ സഹോദരനും ഒന്നിച്ച് നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം നയിക്കുകയും നിയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും, 16 വയസ്സ് മുതൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനും അമ്മയും കൂടാതെ മക്കളും മക്കളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മക്കളും സ്വന്തം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ കരുത്താണ്, ഒരു വലിയ വിശ്വാസമാണ്, ആശ്വാസമാണ് ഇവർക്ക് ഈ കുടുംബത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ ആങ്ങളെ ഉടമ്പടി പുതുക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഈ മകളുടെ ഓഫർ ലെറ്റർ വന്നു. പിന്നീടുണ്ടായിരുന്നത് ഈ മകൾ പറയണ്ടായി പിൻ നമ്പർ ലഭിക്കുകയും പിന്നീട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തത്. ഇതാണ് പറയുന്നത്, വിശ്വാസം കൈവിടാതെയുള്ള പ്രാർത്ഥന. ദൈവമേ, കരുണാസമ്പന്നനായ ഈശോ, ദൈവമേ അങ്ങേക്ക് ഉചിതമെന്ന സമയത്ത് തരാനാണ് ഈ മക്കൾ അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ദൈവഹിതമനുസരിച്ച് ഇവർ വിശ്വാസത്തോടെ ഈ ആങ്ങളെയും പെങ്ങളും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു എന്ന് പുതിയ ഒരു ഭാവി, ഒരു നല്ലൊരു വഴി കാണിച്ചു കൊടുത്ത് ഇവർക്കൊരു നല്ല രീതിയിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചത്. പിന്നീട് വീടിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചത്. നല്ല കുടിവെള്ളം കിട്ടാൻ കിണർ കുഴിക്കുകയും കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം ലാവിഷായിട്ട് അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വെള്ളം നൽകിയാണ് ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്. പിന്നെ ഇവർക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചത് പല രീതികളിലാണ്. മെഴുകുതിരിയിലെയും ആണ് ഈശോയുടെയും ഈ ആലയത്തിലെ ഈശോയുടെ കാൽപാദങ്ങളാണ് അടയാളമായി ഈ മകൾക്ക് ലഭിക്കുന്നത്. എവിടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെ ഈശോയും അമ്മയും കൂടെ നിന്ന് അടയാളങ്ങളിലൂടെ ഈ മകളുടെ വിശ്വാസം ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഉടമ്പടി മക്കൾ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പ്രയാസമാകുന്ന നിമിഷങ്ങളിലും നമുക്ക് പറ്റില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലും ഇവരെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. ഇവരുടെ ജീവിതത്തിലും പലപ്പോഴും പല കാര്യങ്ങളും താമസിക്കുമ്പോഴൊക്കെയും ഇവർ ഈശോയെ അമ്മയും കൈവിടാതെ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹായം വൈകുമ്പോഴൊക്കെ നമുക്കും നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ ആശ്രയം, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ തക്ക സമയത്ത് നമ്മളുടെ ജീവിതത്തിലും ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കണമേ എന്ന് നിരാശയുടെ നിലവിളിയല്ല, ദൈവമേ എന്നെ കേൾക്കണമെന്ന് ആത്മവിശ്വാസത്തോടുള്ള അപേക്ഷയാണ് നമുക്ക് വേണ്ടത്. നമുക്കും വിശ്വാസത്തോടെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉത്തരം വരളണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആതിരയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പേര് ക്രിസ്റ്റി, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയോടും സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. 2022 ജൂണിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. OIT പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇവിടെ വന്നത്. ഉടമ്പടി എടുത്തു എന്നല്ലാതെ ആ ഉടമ്പടിയിൽ ആഴമായി പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അത്യാവശ്യം പ്രാർത്ഥിച്ചിരുന്നു ഞാൻ, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ OIT 3 തവണ എഴുതി, കിട്ടിയില്ല. അങ്ങനെ സൗദിക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും കൂടാതെ എല്ലാം നടന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി സൗദിക്ക് പോവുകയും അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ സെലക്ട് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം ഇവിടുന്ന് എഴുതാതെ അവിടെ ചെന്നിട്ട് എഴുതാൻ വേണ്ടിയാണ് ഇരുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ വർക്ക് പ്രഷർ മൂലം എക്സാമിന് ഫെയിലായാൽ മതിയെന്ന് ചിന്തിച്ചു. അങ്ങനെ
ഒരു കോച്ചിങ്ങും അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ നോക്കിയിരുന്നത്. എക്സാം എടുക്കാറായപ്പോൾ എനിക്കൊരു പേടി, അമ്മ മാതാവേ തോറ്റുപോയാൽ എല്ലാവരുടെയും കളിയാക്കൽ കേൾക്കേണ്ടി വരുമല്ലോ എന്ന്. എന്നിരുന്നാലും ഞാൻ തോറ്റുപോയാലും ഒരുപാട് മാർക്കിന് തോറ്റുപോവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാമിന് പോയി. എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും കാശുരൂപം മുറുകെ പിടിച്ചാണ് ഞാൻ, അമ്മ മാതാവ് ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ടിക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യനും ചെയ്തു. 3 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് എഴുതി പുറത്തിറങ്ങി. എന്താ എഴുതിയെന്നൊന്നും എനിക്കറിയത്തില്ല. എക്സാം കഴിഞ്ഞ് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തോറ്റുപോയാലും എനിക്ക് കുറച്ച് മാർക്കിനെ പോകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ജയിക്കേണ്ടേക്കാളും കൂടുതൽ മാർക്ക് തന്ന് അമ്മ മാതാവും ഈശോയും എന്നെ ജയിപ്പിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷിയാണ്. ഞങ്ങൾക്കൊരു 2 സ്ഥലം ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥലം വിൽക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒത്തിരി നോക്കിയിട്ട് നടക്കുന്നുണ്ടായില്ല. അങ്ങനെ കാശ് രൂപം ഞാൻ ആ സ്ഥലത്ത് പോയി കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. 2025 സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ സൗദിക്ക് ഞാൻ വീണ്ടും പോകുവാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് മെഡിക്കൽ എടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. മെഡിക്കലിന് പോകുന്നതിന് മുന്നേ ഒരു ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ മെഡിക്കൽ എടുക്കുന്നത് റിസ്ക് ആണ്, നിനക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്ത് മെഡിക്കലിന് പോയി. അമ്മ മാതാവും ഈശോയും അതിനും എന്നെ അനുഗ്രഹിച്ചു. മെഡിക്കൽ ഫിറ്റാണ് എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ സൗദി ചെന്ന സമയത്ത് ഒത്തിരി ടെൻഷനുണ്ടായിരുന്നു. എൻ്റെ പാസ്പോർട്ടും വിസയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നെക്സ്റ്റ് ഫ്ലൈറ്റിനുള്ള സമയമായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ആ ഫയലിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് പോകാനുള്ള സമയമായി, ഞാൻ എന്ത് ചെയ്യും? വിസയും പാസ്പോർട്ടും ഇല്ലാണ്ട് എനിക്കൊരിക്കലും പോകാൻ കഴിയില്ല നെക്സ്റ്റ് ഫ്ലൈറ്റിന്. അങ്ങനെ ഓഫീസിൽ ചെന്നപ്പം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏത് ടെർമിനലാണെന്ന് പോലും എനിക്ക് നോക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ആരോ പറഞ്ഞു വിട്ടതുപോലെ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ ബ്രദറിനോട് ഹെൽപ്പ് ചോദിച്ചു, ഈ ടെർമിനലിലേക്ക് എനിക്കൊന്ന് പോകണം, എൻ്റെ കൂടെ ഒന്ന് വരാമോ ചോദിച്ചു. ആ ബ്രദർ എൻ്റെ കൂടെ വന്ന് അടുത്ത ഓഫീസിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ പാസ്പോർട്ടും വിസയും അവിടെ ഉണ്ടായിരുന്നു. അവരെൻ്റെ പേര് ചോദിച്ച് എനിക്ക് പാസ്പോർട്ടും വിസയും തന്നു. അതിനും അമ്മ മാതാവിനോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെ ഒരു പ്രസൻസ്, ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത്യാവശ്യം പ്രാർത്ഥിച്ചിരുന്ന് ഞാൻ കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുവാനും എന്താണ് വിശ്വാസം എന്നൊക്കെ ഒത്തിരി ആഴപ്പെടുവാനുള്ള ഒരുപാട് കൃപ എനിക്ക് ലഭിച്ചു. അതുപോലെ ഈ നവംബറിൽ ഒരു ഇമോഷണലി ഒത്തിരി ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ, ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ അടുത്തുണ്ടായി. അപ്പോഴാണ് ഞാൻ കൂടുതൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊന്നും അതിനു മുന്നേ ഞാൻ അങ്ങനെ കാണത്തില്ലായിരുന്നു. ഡെയിലി ബ്രെഡ് കാണുവാനും ധ്യാനങ്ങൾ കൂടുതൽ കേൾക്കുവാനും ഒത്തിരി ജപമാലകൾ ചെല്ലുവാനൊക്കെ എനിക്കൊരു അവസരമായ ആ ഒരു ഒറ്റപ്പെടലിൽ ആ സിറ്റുവേഷനിൽ ഞാൻ എടുത്തു. പക്ഷേ ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഒത്തിരി സങ്കടം എനിക്കുണ്ടായി. എന്താ അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് പ്രാർത്ഥനകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി തന്നൊരു അനുഭവമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രങ്ങൾ ചർച്ചുകളിൽ, ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ മുന്നിൽ ആര് വന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ വൃദ്ധസദനത്തിൽ ക്യാഷ് കൊടുക്കുകയും അതുപോലെ ഒരു ചിൽഡ്രൻസിന് കുറച്ച് അങ്ങനെ ചിൽഡ്രൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ജീവിതത്തിൽ ഒത്തിരി ജപമാലകൾ ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക, വിശ്വാസ ജീവിതത്തിലേക്ക് ഒത്തിരി ആഴപ്പെടുവാനുള്ള ഒരു കൃപ ലഭിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം തിരുവചനം. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. ഈശോയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എടുക്കൽ എന്ന ഉടമ്പടി ജീവിതം എന്ന വലിയ പ്രാർത്ഥനാ പദ്ധതി. ഒരുപാട് ലക്ഷക്കണക്കിന് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന
വലിയ ഫിസിക്കൽ നീഡിനേക്കാൾ കൂടുതൽ ആധ്യാത്മികമായ അവരുടെ വിശുദ്ധിയും അവർ ആധ്യാത്മികമായി കണ്ടെടുക്കുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ ആസ്തിയെക്കുറിച്ചാണ് ഓരോ മക്കളും ഇവിടെ അൾത്താരയിൽ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുക എന്നുള്ളത് പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൈപിടിച്ച് ഈശോയിലേക്ക് എത്തിക്കുന്നതും ഈശോയുടെ കൂടെ ചേർന്ന് ഈശോയുടെ ക്രിസ്തു കൈമാറ്റം നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു ജീവിത ക്രമം നമുക്കുണ്ടാകുമ്പോഴാണ് ഉടമ്പടി നമ്മിൽ കത്തുന്നതെന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ക്രിസ്റ്റിയുടെ ഒരു വലിയ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തതായിട്ടാണ് ഈ സാക്ഷ്യം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്റ്റി പറയുന്നുണ്ട്, 3.5 മണിക്കൂറിൻ്റെ ഒരു എക്സാമാണ്. 1.5 മണിക്കൂർ കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് കുറച്ചു മാർക്കിൽ മാത്രം എന്നെ തോൽപ്പിക്കണമേ എന്നുള്ള ഒരു ഫണ്ണിയായിട്ടുള്ള പ്രാർത്ഥനയാണ് ക്രിസ്റ്റി പ്രാർത്ഥിച്ചത്. പക്ഷേ പരിശുദ്ധ അമ്മ ആരും തോറ്റുകാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ക്രിസ്റ്റിക്ക് ഒരു നല്ല ഉയർന്ന മാർക്ക് നൽകിക്കൊണ്ട് തന്നെ ക്രിസ്റ്റിയെ പരീക്ഷയിൽ വിജയിച്ചു എന്നാണ് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ നിയോഗത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റിന് മുൻപുള്ള എല്ലാ ഫിറ്റ്നസ്സും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ സൗഖ്യപ്പെടുത്തി കൊടുത്തുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള പല അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വളരെ പ്രത്യേകമായി വിസയും പാസ്പോർട്ടും നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. ഏറ്റവും അത്യാവശ്യമായ ഡോക്യുമെൻ്റാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കയ്യിലുണ്ടായിരിക്കേണ്ട വിസയും പാസ്പോർട്ടും അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഒരു ദൂതനെ അയച്ചുകൊണ്ട് സീറ്റിലേക്ക് കയറുന്നതിന് മുൻപ് അവർക്ക് ആ വിസയും പാസ്പോർട്ടും എത്തിച്ചു കൊടുക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കുവാനും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത്യാവശ്യം കഷ്ടിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു മകളാണ് ഇന്ന് ഉടമ്പടി ജീവിതത്തിന് ശേഷം ജീവിതത്തെ ഒരു ക്രമമായി ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമെല്ലാം ഈശോയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിത സാക്ഷ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോഴുണ്ടാകുന്ന ഉടൻ പരിഹാരത്തെക്കുറിച്ചെല്ലാം ഈ മകൾ ഏറ്റുപറഞ്ഞ് ഇന്ന് ജീവിക്കുന്നത്. പല മക്കളും തൻ്റെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ ക്രിസ്റ്റിയുടെ ജീവിതാനുഭവങ്ങൾ കേട്ടുകൊണ്ട് ഉടമ്പടി എടുക്കാൻ ഇന്ന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പലർക്കുമുള്ള ജീവിതാനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, ആത്മീയമായ പുരോഗതി, നമ്മുടെ ആസ്തി എത്രമാത്രം വലുതാണോ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈശോ നമ്മുടെ ആസ്തിയെ വർദ്ധിപ്പിക്കുന്നതും നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈശോ നൽകി തരുന്നതും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ അന്ന് ചെയ്ത 2026 വർഷം മുൻപ് ചെയ്ത ആ അത്ഭുതം തന്നെയാണ് ഇന്നും അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്ന ഒന്നു മാത്രമാണ്, അവരുടെ ജീവിതത്തിൽ ഇന്ന് വലിയ കഷ്ടപ്പാടുകളാണ്, അവരുടെ ജീവിതത്തിൽ ഇന്ന് വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു, അവരുടെ ജീവിതത്തിലെ ഒട്ടും തന്നെ അത് കളർഫുള്ളല്ല. അങ്ങനെ 6 കൽഭരണികളും നിറച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും മുൻതൂക്കം നൽകി പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ക്രിസ്റ്റിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എന്നെ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജെയ്സൺ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മുണ്ടൂർ എന്ന് പറഞ്ഞ ദേശത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 3 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ജീവിത പങ്കാളിക്ക് 10 വർഷമായിട്ടുള്ള മുഖത്ത് ഒരു മുഴ കണ്ടു. ആ മുഴ തുടർന്ന് കുറച്ച് മുഴകൾ കൂടി വന്നു തുടങ്ങി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ കണ്ണിലേക്കുള്ള ഞരമ്പ് കട്ട് ചെയ്തു. അങ്ങനെ അവർ കട്ട് ചെയ്തപ്പോൾ കണ്ണിലേക്കുള്ള കണക്ഷൻ പോയപ്പോൾ കണ്ണ് അടയാനോ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മുഖം ഒരു സൈഡിലേക്ക് കോടി.
അങ്ങനെ അവരൊരു 5-6 മാസം കഴിഞ്ഞിട്ടും 9 മാസമായിട്ടും ഇത് അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണടയുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഇവിടെ വന്ന് ചേട്ടൻ്റെ ചേച്ചിയായിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിച്ച ആൾക്ക് മാറും എന്നുള്ള വിശ്വാസം ആൾ പറഞ്ഞുകൂടി ഞങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ആൾക്ക് 3 മാസത്തിന് ഉടമ്പടി എടുത്ത് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ കണ്ണടയുണ്ട്, ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ കണ്ണടഞ്ഞു തുടങ്ങി, എല്ലാ മുഖത്തെ കോട്ടം മാറി. അതുപോലെ കുറേ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷിയാണ്, ആൾക്ക് ഒരു 25 വർഷമായിട്ടുണ്ട് കിഡ്നിയിൽ കല്ലാണ്. അത് എല്ലാ കൊല്ലവും വേദന വരും, കല്ല് വരുമ്പോൾ അത് പൊടിക്കും. അങ്ങനെയാണത് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഇവിടെ ഉടമ്പടി വെച്ച് മാതാവിൻ്റെ തൈലും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ജേസന് ഇതുപോലെ വേദന വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കല്ല് മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് നാളെ ഭക്ഷണം കഴിക്കാതെ വന്ന് ഒരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എക്സ്റേ എടുക്കാനായിട്ട് ജേസനും പോയപ്പോൾ എക്സ്റേയിൽ കല്ല് കാണാനില്ല. അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു കല്ല് കാണാനില്ല, നിങ്ങളൊരു സ്കാനും കൂടി ചെയ്തിട്ട് വയോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു, അതിലും കല്ല് കണ്ടില്ല. അങ്ങനെ ജേസൺ അറിയാതെ തന്നെ ജേസൻ്റെ കല്ല് ദൈവം മാറ്റി തന്നു, മാതാവ് മാറ്റി തന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കല്ലിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 25 വർഷമായിട്ടുള്ള ഷുഗറാണ്. അത് 300-350 ആയിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കുറേ രോഗങ്ങൾ, കൈത്തരിപ്പ്, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ കുറേ അസുഖങ്ങളായിരുന്നു. ക്ഷീണം, എപ്പോഴും കിടക്കണം എന്നുള്ളൊരവസ്ഥയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ രോഗങ്ങളൊക്കെ, ഷുഗറൊക്കെ എനിക്കിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 94ലേക്ക് എത്തി. അത്രയും ഭയങ്കര മാറ്റം. ഇപ്പം ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. ദൈവം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും എനിക്കൊരു വിഷമ സാഹചര്യങ്ങൾ വന്നാലും അപ്പോൾ എൻ്റെ കൂടെ മാതാവ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കൈ പിടിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇനിയും എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവിന് വഴി എനിക്ക് കിട്ടണം. ഞാനിവിടെ വന്നുകൊണ്ടിരിക്കും, മാതാവ് തന്നെ എന്നെ അനുഗ്രഹിക്കും. അതുപോലെ ഞങ്ങൾക്കൊരു സാക്ഷ്യം കൂടിയുണ്ട്. ഞങ്ങൾക്ക് കിണർ കുത്തിയിട്ട് അതിൽ ഒരു വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂത്താടി വരും, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഞാൻ അതിൽ ഉപ്പ് കിണറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ടു. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൂത്താടി എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. അതും മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ വെള്ളം ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം, പത്രം വാങ്ങിക്കും, അത് ഹോസ്പിറ്റലുകളിലും പിന്നെ അതുപോലെ ബസ് സ്റ്റോപ്പുകളിലും എനിക്ക് എവിടെയാണ് പറ്റുന്നതെങ്കിൽ അവിടെയൊക്കെ ഞാൻ കൊടുക്കും. പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കുക, അവർക്കൊരു അത്ഭുതം കാണിക്കട്ടെ. മാതാവിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വിഷമം മാതാവിനറിയാലോ. മാതാവ് തന്നെ അവരിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. അതുപോലെ രോഗികൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം, പൈസ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ളതായിട്ടോ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കുക, പൈസ രോഗികൾക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ കൂടുതൽ കുർബാന കാണാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. അതുപോലെ മാസത്തിലൊരു കുമ്പസാരിക്കും. അതുപോലെ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അതിനും മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നില്ല, എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊത്തിരി നന്ദി പറയുന്നു. താങ്ക് യു മാതാവേ. എല്ലാം ചെയ്തതിന് മാതാവിന് നന്ദി പറഞ്ഞു. 1000 നന്ദി. വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 30-ാം അധ്യായം 17-ാം വചനമാണിത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്റെ മുറിവുകൾ ഞാൻ സൗഖ്യപ്പെടുത്തും. ആരെല്ലാം മറന്നാലും അവസാനിക്കാത്ത ഒരു സ്നേഹമാണ്, നമ്മളെ മറക്കാത്ത ഒരു സ്നേഹമാണ് ഈശോയും അമ്മയ്ക്കും നമ്മളോടുള്ളത്. നമ്മുടെ കണ്ണുനീർ അമ്മ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കും. നമ്മുടെ നിരാശയിലാണ് നമുക്ക് ആശ്വാസം നൽകുന്ന നമ്മുടെ അമ്മയും ഈശോയുമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റാത്തായി വരുന്ന കാര്യങ്ങൾ, അസാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ, പലപ്പോഴും ഡോക്ടേഴ്സ് മേ ബി ഗിവ് അപ്പ് ദ പ്രോബ്ലം ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ
ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങൾക്കിനി പറ്റില്ല, ഞങ്ങളുടെ കയ്യിലില്ല, മെഡിക്കൽ ഫീൽഡിലും ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ നിരാശയിലും നമ്മുടെ കണ്ണുനീരും ഒക്കെ ഒപ്പിത്തരുന്ന ഒരു അമ്മയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ അമ്മയെ നമ്മുടെ കരം പിടിച്ച് ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ ഓരോ കണ്ണുനീരും തുടച്ചു കൊണ്ടുപോകുന്നത്. ആത്മീയമായും ശാരീരികമായും നമുക്കൊരു സൗഖ്യം ലഭിക്കുന്ന ഒരിടമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി. നമ്മളെ ആരെയും ഇവിടുന്ന് തള്ളിക്കളയാറില്ല. നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുന്ന എന്ത് കാര്യവും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ വേദനകൾ കാണുന്നു, നമ്മുടെ മുറിവുകൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മുറിവുകൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതുപോലെ തന്നെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മിനി ജേസൺ എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. അതായത് 10 വർഷത്തോളം പഴക്കമുള്ള ഒരു മുഴയായിരുന്നു മുഖത്തുണ്ടായിരുന്നത്. അത് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കണ്ണടയ്ക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും ഒരു ഓപ്പറേഷന് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇവർ ഉടമ്പടി വസ്തുക്കളായ അതായത് സഹോദരനാണ് പറഞ്ഞത് ഉടമ്പടിയുടെ കാര്യം. പിന്നെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്ത് ഈ മകന് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് 25 വർഷത്തോളം നീണ്ടിരുന്ന ഒരു കിഡ്നിയിലുണ്ടായിരുന്ന ഒരു കല്ലിൻ്റെ അസുഖമാണ്. അത് ഓരോ വർഷവും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തോ ഒരു ടെമ്പററി ആയിട്ട് റിലീസ് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പോകണമായിരുന്നു. ആ ബുദ്ധിമുട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ് ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും ഈ മകന് ആ രോഗസൗഖ്യം നൽകി കൊടുത്തത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ ഓരോ നിയമം സമർപ്പിക്കുമ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 25 വർഷവും 10 വർഷവും ഒന്നുമല്ല അമ്മയുടെ സന്നിധിയിൽ നമ്മൾ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മളെ തൊട്ട് സുഖപ്പെടുത്തും. നമ്മളെ കൈപിടിച്ച് നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ ഓരോ ദുഃഖങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാലിൻ്റെ വേദനയും 25 വർഷം ഉണ്ടായിരുന്ന ഷുഗറിൻ്റെ അസുഖവും. ഇതെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടിയാണ്. പല പ്രാവശ്യവും അച്ഛൻ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ് ഈ വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കളായ തൈലവും കാശുരൂപവും ഉപ്പും തേനും നമുക്ക് തരുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെയാണ് രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് ഓരോരോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് വീണ്ടും ഒരു നേർച്ച വസ്തുയുടെ ഉപയോഗമാണ് നമ്മളെ കാണുന്നത്. കിണറ്റിലെ വെള്ളത്തിൽ കൂത്താടി മൊസ്കിറ്റോ ബ്രീഡ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ആ കൂത്താടി 6 വർഷത്തോളം അവർ ബുദ്ധിമുട്ടി ആ നല്ല വെള്ളം കിട്ടാനായിട്ട്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ആ കാര്യങ്ങളും ആ പരിശുദ്ധമ്മ ഇടപെട്ട് അതിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിച്ചത്. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കൃപയുടെ ഒരു നിരയാണ് നമ്മൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്നത്. ഓരോ കാര്യങ്ങളും 10 വർഷമായത് 25 വർഷമായതും 6 വർഷമായത് എല്ലാ വർഷങ്ങളെല്ലാം ഒന്നുമല്ല ഈശോയ്ക്കും അമ്മയ്ക്കും. നമ്മൾ വിശ്വാസത്തോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സ്നേഹത്തോടെ ആ നിബന്ധനകൾ അനുസരിച്ച് അവൻ പറയുന്ന പോലെ ചെല്ലുക ചെയ്യുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഉടമ്പടി അനുസരിച്ച് നമ്മൾ അവൻ പറയുന്ന പോലെ ചൊല്ലുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചൊല്ലുന്ന പോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ വഴിയൊരുക്കി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിലും ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ സന്നിധിയിൽ വന്ന് നിന്ന് കരയുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണുന്നുണ്ട്, നമ്മുടെ മുറിവുകൾ ദൈവം കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുറിവുകളുണ്ടോ, ജീവിതത്തിൽ നഷ്ടമാണോ, എല്ലാം ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഇവിടെ ഒരു ദൈവമുണ്ട്, ഇവിടെ ഒരു അമ്മയുണ്ട്. നമുക്ക് ദൈവം സുഖപ്പെടുത്തും, അമ്മ ആശ്വാസം നൽകുന്നു. ആ കൃപയിൽ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ നമുക്ക് നയിക്കാം. മിനി ജേസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് രഞ്ജിത, ഇതെൻ്റെ ഭർത്താവ് സന്ദീപ്, ഇതെൻ്റെ കുട്ടി വിഹാൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 19/12/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഭർത്താവ് മുഖേനയാണ്. അപ്പോൾ ഭർത്താവിന് ബ്ലോക്കിലാണ് ജോലി. അപ്പോൾ അവിടുത്തെ സാറുമാർ പത്രം നൽകുകയും അതിനെപ്പറ്റി അറിയുകയും ഞാൻ പിന്നെ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനെ ലഭിക്കണം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇവിടെ വരാനുള്ള കാരണം. അപ്പോഴേക്കുമാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു വാർത്തയായി എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നു. 18-ാം തീയതി വൈകുന്നേരം വന്നു. 19-ാം തീയതി പുലർച്ചെ തന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, വയറുവേദന, നടുവേദന, ബ്ലീഡിങ്, അങ്ങനെ കുറേ ഇഷ്യൂസായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമുണ്ടാവില്ല, ചെറിയ രീതിയിലൊക്കെ സ്പോട്ടിങ് അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ കയറി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ശരി, ഞാൻ എന്തായാലും ഇത് ഉടമ്പടിയിൽ വന്നതല്ലേ, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു. അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന് ഉള്ള വിശ്വാസമൊക്കെ പോയി. ഇവിടെ വന്നില്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ബ്ലീഡിങ്ങും കാര്യങ്ങളും കുട്ടീനെ ഉള്ളതും പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. ഫുള്ള് പോകുന്ന വഴിയിൽ ഫുള്ള് വൊമിറ്റിങ്ങും ബാക്ക് പെയിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി നേരെ പോകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നത് ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിൽ പോകൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി കണ്ടീഷൻ മോശമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് എക്ടോപിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പിറ്റേ ദിവസം അത് സ്കാൻ ചെയ്തു. അപ്പോൾ എക്ടോപിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് സർജറി ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ എല്ലാവരും പല രീതിയിലും കുറ്റപ്പെടുത്തി, ഇവിടെ വന്നിട്ടായിരിക്കും പോയത്, അങ്ങനെ പല വിമർശനങ്ങളും ഞാൻ നേരിട്ടിരുന്നു. എന്നാലും അതിലൊന്നും ഞാൻ തളർന്നില്ല. ഞാൻ പ്രാർത്ഥനയും മുന്നോട്ട് പോയി. എന്തായാലും ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു, ഇനിയും മുന്നോട്ട് തന്നെ ജീവിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അതിന് ശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കിതിലൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരി എനിക്കിതിൽ കൂടുതൽ ഈശോനോടും മാതാവിനോടും അടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാനൊരു ക്രിസ്ത്യൻ കോളേജിലും സ്കൂളിലും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 8/5/2024 പിന്നെയും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകി എന്നെ ശക്തീകരിക്കണം. ആദ്യം എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും അതിനുള്ള ആത്മധൈര്യം എനിക്ക് നൽകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയൊന്നും നിയോഗങ്ങളായി വെച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചു. അതിന് ശേഷം ഞാൻ 3 മാസം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രേക്ഷിത പ്രേലകളും പത്രങ്ങളെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ഞാൻ ലാബിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ഒരു ചാപ്പലിൽ കയറാനിടയായി. അവിടെ നിന്ന് ഒരു ബണ്ടിൽ പത്രം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരമായി തന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഈശോനെ കൊടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്കൊക്കെ GPay ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട്.
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. അതിന് ശേഷം ഉടമ്പടി എടുത്തു. 3 മാസം ആവാനായപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ആഗസ്റ്റ് 8 ആകുമ്പോൾ ഉടമ്പടി എന്തോ കംപ്ലീറ്റ് ആവും, അതിന് മുന്നും എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ കൺസീവാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുന്നത്. അവർക്ക് മൂത്ത മകന് 7 വയസ്സുണ്ട്, രണ്ടാമത്തെ കുട്ടി അപ്പോൾ കൺസീവായി. അപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായ പോലെ തന്നെയായി. എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവർക്കെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം ആവാറായിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായ വയറുവേദനയും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനുള്ള പ്രിക്കോഷൻസൊക്കെ വാങ്ങി വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ആവും എന്നുള്ള വിചാരത്തിൽ ഞാനെല്ലാം ഇരിക്കുകയാണ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ട്, വയറുവേദനയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ എനിക്കൊരു ദർശനം ഉണ്ടായി. മാതാവിൻ്റെ ഒരു 2:57 സമയമായിരുന്നു ആ പുലർച്ചെ. അപ്പോൾ മാതാവിന് എൻ്റെ അച്ഛനുണ്ട്, അച്ഛന് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം അപ്പോഴും ഉണ്ട് എൻ്റെ മാലയിൽ. അപ്പോൾ എൻ്റെ മാതാവെ രക്ഷിക്കണേ, ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് മാതാവ് പറയുകയാണ്, ഞാൻ പ്രഗ്നൻസി കാർഡ് വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചത്, ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എന്നുള്ള റിസൾട്ടാണെങ്കിൽ മാത്രം ഞാനിത് എടുക്കുകയുള്ളൂ, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആദ്യം തന്നെ. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇത് നോക്ക് നമുക്ക് പോസിറ്റീവായി. അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസമൊന്നും ആയില്ല. കാരണം ആദ്യം ഒരു അനുഭവം നമുക്കുണ്ടായതുകൊണ്ട് ഹസ്ബൻഡ് പേടിയായിരുന്നു, ഇത് എക്ടോപിക് തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പീരിയഡ്സ് ആവിൻ്റെ തലേ ദിവസമാണ് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെങ്കിലും ആ ഒരു സന്തോഷമൊന്നും ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും മാതാവ് എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എനിക്കൊരു ദൈവം തന്ന ഒരു കുഞ്ഞാണ് ഈ വിഹാൻ. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് മുന്നേറാനായിട്ട് പറ്റി. ഏത് കാര്യങ്ങളാണെങ്കിലും, നമുക്ക് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും, ഞാൻ എന്ത് കാര്യമാണെങ്കിലും ബൈബിളെടുത്ത് വചനം വായിക്കും. അതിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങണം എന്നുണ്ടായിരുന്നു. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ആ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് അനുഗ്രഹിച്ചു. ആ സ്ഥലം കാണാനായിട്ട് പോകാൻ പറ്റി. അതിന് മുന്നേ ഇതിനൊരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്ന്. അതേപോലെ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. അത് മാതാവ് തന്നു തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും, തുടർന്ന് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ അമ്മയും ഈശോയും അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, കാലിടറാതെ ഞാൻ സംരക്ഷിക്കും. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും കണ്ണീരോടെയാണ് ഈ സന്നിധിയിലെത്തുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് നമ്മളെ തിരികെ വിടുന്നത്. വരണ്ട മരുഭൂമിയിലേക്കും മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കും ജീവനും ആശ്വാസവും ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. ഇടറാതെ നേരായ വഴിയിലൂടെ നയിക്കാനും
സുരക്ഷിതമായി വഴിയിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ അമ്മ സ്വീകരിക്കുന്നു. അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു. വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആത്മീയ വഴിതെറ്റലിൽ നിന്നും നേരായ വഴിയിലേക്കാണ് തിരികെ നമ്മെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് രഞ്ജിത സന്ദീപ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. വരണ്ട ഒരു ജീവിതത്തിൽ നിന്നും നേരായ വഴിയിലേക്ക് നയിച്ച ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം. ആദ്യമായിട്ട് ഈ മകൾ ഇവിടെ വന്നപ്പോൾ ഈശോയെ അമ്മയെപ്പറ്റി അധികം അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് എവിടെ നിന്നോ ഒരു പത്രം ലഭിച്ചു. അങ്ങനെയാണ് ഇവർ ഈശോയും അമ്മയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയത്. ഇവരാദ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത ഉടനെ ഇവിടെ വന്നപ്പോൾ ആൾ കൺസീവായിരുന്നു. ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും എല്ലാം ഒരു ഫ്ലോപ്പായിപ്പോയി. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ട്യൂബ് പോലെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു വരണ്ട നിമിഷങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഉടമ്പടി എടുത്ത ഉടനെ നിരാശപ്പെട്ട ദിവസങ്ങൾ. പക്ഷെങ്കിൽ ഈ മകള് രഞ്ജിത സന്ദീപ് പറയുകയുണ്ടായി, കൂടുതൽ തീഷ്ണതയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി എന്നാണ് പറഞ്ഞത്. ഇനിയും ഉടമ്പടിയിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. പിന്നീട് വീണ്ടും മോള് വന്ന് ഉടമ്പടി പുതുക്കി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ ഉപരി ഹസ്ബൻഡിൻ്റെ വിശ്വാസം പോയി എന്നായിരുന്നു ഈ മകളുടെ സങ്കടം. പിന്നീട് പുതുക്കിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ മകളൊരു നിയോഗം എഴുതിയത്. പിന്നെ എഴുതിയത് പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുമാണ്. ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടും ഒരു വിശ്വാസ ജീവിതത്തിന്, ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുമാണ് ഈ മകൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് ഈ മകൾ തന്നെ പറഞ്ഞു, ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്യാത്തത് പിന്നീട് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് കൂടുതൽ തീഷ്ണതയോടുകൂടി ആദ്യം ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ ചെയ്തു. പിന്നീട് ലൈറ്റിൽ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. പിന്നീട് സഹോദരൻ്റെ കുട്ടിക്ക് ലഭിച്ചപ്പോഴും ഇവർ പ്രാർത്ഥിച്ചു. അവർ സന്തോഷമായിരുന്നു. പിന്നീട് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടുകയാണ് ഈ മകൾക്ക്. വെള്ളപ്പൊക്കത്തിൽ പോകുമ്പോൾ അമ്മ രക്ഷിക്കുന്നേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ദർശനം. ഈ മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് ആ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മക്കളെ പേടിക്കണ്ട, നിങ്ങളിപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരിക്കാം, എൻ്റെ കരങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ എപ്പോഴും നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൂടെ ഉള്ളത് എന്നാണ് ഈ ദർശനത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചത് അനുഗ്രഹം. പിന്നീട് ഒരു നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കുകയായിരുന്നു ദൈവം. ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകള്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോഴും കൺസീവായെന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജെർമയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വരണ്ട മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കാണ്, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും ഇവരെ നയിച്ച് അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകിയത്. പിന്നീട് ഒരു സ്ഥലത്തിൻ്റെ പർച്ചേസായിരുന്നു. അതും ഡിസംബർ 7-ാം തീയതി. അതും ഒരു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഇവരെ ഏത് സ്ഥലമാണ് അതവർ ചെന്ന് കണ്ടപ്പോഴൊക്കെ കൺഫേമായി. അമ്മ കാണിച്ചു തന്ന ആ സ്വപ്ന സ്ഥലം തന്നെയാണ് ഇവർ പോയി മേടിക്കാൻ പോകുന്നതെന്ന്. ഇതെല്ലാമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം വിശ്വാസം തകർന്നെന്ന് പോകുമ്പോഴും നമ്മുടെ വിശ്വാസം കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ ഇടറാതെ, നമ്മുടെ കാലിടറാതെ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം. ഉടമ്പടി എടുത്ത ഉടനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായാലും പക്ഷെങ്കിൽ ഉടമ്പടി തീഷ്ണമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ പുതുക്കൽ ആണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് ഈശോയും അമ്മയും കനിഞ്ഞൊരുങ്ങിയ അനുഗ്രഹങ്ങൾ. ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് വരുന്നവർ സന്തോഷത്തോടെ മടങ്ങുകയുള്ളൂ. കണ്ണുനീര് കൊണ്ടാണ് വരുന്നത്. കാരണം അമ്മ മാതാവ് എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് അവരുടെ കണ്ണുനീര് തുടച്ച് ദുഃഖത്തിൽ നിന്ന് ക്ലേശത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലും
ആത്മീയമായ വരൾച്ചയിൽ ദൈവകൃപയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വഴിതെറ്റിയവരെ അമ്മ തിരികെ നയിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മ അത് കൃപയാക്കി മാറ്റും. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.